പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പഴക്കെട്ടുപോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിൻ്റെ സന്നിധിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു, പല കല്യാണങ്ങൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന, അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും, ഞാൻ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാറുണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്നാണ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കും അതിൻ്റെ വലിയ സംഭവം നടക്കുന്നുണ്ടാകും. നടക്കുന്നില്ലെന്നല്ല പറയണത്. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും
വെയിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും വരണ എന്തിലായിരിക്കും? മൺപാത്രത്തിലായിരിക്കും. 2 കൊരിന്ത്യർ 4:7. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം. സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല. ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം. ഇപ്പം ഈ നിധി മൺപാത്രത്തിലാണ് ലഭിച്ചത്. സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട്. പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണം മൺപാത്രത്തിലായിരിക്കും. അതെപ്പോഴും ഓർത്തേക്കണം. നിന്നെ മൺപാത്രമാക്കുക. ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. 6 മാസം കഴിയുമ്പോൾ നിന്റെ തൊപ്പി പോകും. ആരെങ്കിലും ഭാരം വെച്ച് പോയതായിരിക്കും. അപ്പം തന്നെ നീ ഒരു കേസ് കൊടുക്കും. നീ കേസ് കൊടുത്തു, അത് പ്രശ്നമൊന്നുമില്ല. അർഹത വേണ്ടി നിനക്ക് തിരിച്ച് കിട്ടും. പക്ഷെ നീ അതിൻ്റെ പേര് അവനെ ശപിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോരുത്. എന്താ കാര്യം? നിന്നെ മൺപാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ. കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക്. കാര്യം നിങ്ങൾ ഓർക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണമെന്നാണ്. ഡോക്യുമെൻ്റ് അല്ലേ? ഡോഗ്മാസ് സഭ സംരക്ഷിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കുറേ പരിചരണ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. എല്ലാത്തിനും എൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാവും. പക്ഷെ അതേസമയം തന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുറിപ്പടിയുള്ള പോലെ കുറിപ്പടി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി വെച്ചാൽ, ഇപ്പം അനനിയാസ് പൗലോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ പിടിക്കപ്പെടുകയില്ല. കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി താഴിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ? അപ്പം എന്നിട്ട് അനനിയാസിന് കൊടുക്കുവരെ കൈ ഏൽപ്പിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് പേടിയാണ് അവനെ. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കൊല്ലണമെന്നാണ് ഞാൻ കേട്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. അപ്പോസ്തല പ്രവർത്തനം 9:15. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. അതാണ് വിഷയം. കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ? അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻസ്. കഥാപാത്രം, കഥ ഉൾക്കൊള്ളുന്ന പാത്രത്തിനാണ് കഥാപാത്രം എന്ന് പറയണത്. അപ്പോൾ ദൈവം പറയുന്നതാണ്, എൻ്റെ നാമം വഹിക്കുന്ന പാത്രം. പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ. ചത്തുപോണ മനുഷ്യരെ കൊടിയും പിടിച്ച് നടക്കാനായിട്ടില്ലേ? അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചുകൊണ്ടുള്ള വഹിക്കുന്ന ആളായിരുന്നു പുള്ളി. ഇപ്പോഴെന്ത് പറ്റി? കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ, എൻ്റെ നാമം വായിച്ചത് വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. പൗലോസ് പറയും, ഞാൻ പാത്രമാണ്, പക്ഷെ സ്വർണ്ണപാത്രമൊന്നുമല്ല. പിന്നെന്താണ്? ഞാൻ മൺപാത്രമാണെന്ന് പറയും. മൺപാത്രമാണ്. എന്താണ്? ഈ സ്വർണ്ണപാത്രമായിരുന്നു പുള്ളി. അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് മൺപാത്രമായി മാറി. മൺപാത്രമാകുമ്പോൾ എന്ത് പറ്റി? കർത്താവിൻ്റെ നാമം വഹിക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകും. സ്വർണ്ണപാത്രം താഴെ വിടാൻ ചടക്കുകയേ ഉള്ളൂ. മൺപാത്രം താഴെ വിടാൻ ഉണ്ടാകത്തില്ല. അതാണ് മൺപാത്രത്തിൻ്റെ കുഴപ്പം. താഴെ വിടാൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ്. കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർക്കെല്ലാം ഒരു സൂക്ഷ്മത ഉണ്ടാകും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി
കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നീ അന്വേഷിക്കുന്ന യേശുവിനെ തന്നെയാണ് അവൻ സ്വർഗത്തിലേക്ക് നോക്കിയത്. അതുകൊണ്ടാണ് സാവുൾ പിന്നീട് പറയണത്, കൊളോസ്യ ലേഖനം എഴുതുമ്പോൾ തൻ്റെ അനുഭവങ്ങളാണ് പറയണത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവേൻ. ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവേൻ. അപ്പൊ നമ്മൾ ഈ വചനം കേൾക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ചിലർ പള്ളിയിൽ നിന്ന് മാറാതെ നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അതാണ് വിഷയം. എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അടിസ്ഥാന ഘടകം എന്താണ്? നമ്മളെ വീണ്ടെടുക്കാനുള്ള ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. ഉടമ്പടിയും അന്വേഷിക്കണത് എന്താണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഈ വിഷയത്തെക്കുറിച്ച് ദൈവിക നിലപാട് എന്താണ്? ഇത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേ വായ്പ വാങ്ങിക്കാനും വാടകയ്ക്ക് എടുക്കാനും കഴിവുണ്ടായിട്ട് പോലും കർത്താവ് അത് കണക്കാക്കാതെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തെങ്കിലേ നിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. നിൻ്റെ വിഷയങ്ങൾക്ക് എന്തിനെങ്കിലും പരിഹാരമില്ലെങ്കിൽ അത് നീ അന്വേഷിക്കേണ്ടത് തിരുവുത്ഥാനത്തിൽ കൃപയായി ആർജിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കുറിച്ച് സന്തോഷം സ്വീകരിച്ചുകൊണ്ട് ഉയർത്തുന്നതിൻ്റെ കർത്താവിനെ നോക്കിക്കൊണ്ട് വേണം നീ മുന്നോട്ട് നടക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഉന്നതങ്ങളിലെ കാര്യങ്ങളായാലും ഭൂമിയിലെ കാര്യങ്ങളായാലും കാര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്നാണെങ്കിലും അത് പൗലോസ് സാവുൾ തർജ്ജമ ചെയ്തത് എന്താണ്? നീ അന്വേഷിക്കുന്ന യേശുവാണ് ഞാനെന്ന്. നീ അന്വേഷിക്കുന്ന യേശുവാണ്. എല്ലാ വിഷയങ്ങളിലും ഇപ്പം നിൻ്റെ ജപ്തി നടപടിയാണ്, നിൻ്റെ ക്യാൻസർ ആകാം, എല്ലാ നടപടികളിലും നീ എന്തന്വേഷിക്കണം? ക്യാൻസറിന് സൗഖ്യമാണ് നമ്മൾ എമർജൻസിയായിട്ട് അന്വേഷിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് അന്വേഷിക്കേണ്ടത് അതിലൂടെ നീ യേശുവിനെയും അന്വേഷിക്കണം. പിടിയിട്ടില്ലേ? ദൈവം നമ്മളെ യേശുവിനെ അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഭൂമിയും ഭൂമിയുടെ സാഹചര്യങ്ങളും ദൈവം ഒരു പ്രത്യേക രീതി ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ യേശുവിനെ കണ്ടെത്താൻ വേണ്ടി കൂടിയാണ്. അപ്പം നിങ്ങൾ ഒരു സ്വരം കേട്ടാലും നിങ്ങൾ ചോദിക്കണം. യേശുവാണെന്ന് നിർബന്ധമില്ല, എന്നാലും ചോദിക്കണം. എന്താണ്? ആരാണതെന്ന് ഒരു അനുഭവം ഉണ്ടായാലും, ഒരു സ്വരത്തിൻ്റെ അനുഭവം ഉണ്ടായാലും, ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. ഒരു അനുഭവം ഉണ്ടായാൽ ഒരു സ്വരം കേട്ട്, ഇപ്പം പണ്ട് ബർത്തിമേവൂസ് എന്ന് പറഞ്ഞ ഒരുത്തനിങ്ങനെ അന്ധയാചകനായിട്ട് അങ്ങനെ ഇരിക്കല്ലേ, അപ്പോഴാണ് കരികില പുറത്തുകൂടി ഇങ്ങനെ പട്ടാളക്കാർ പോണ പോലെ ഒരു സ്വരം കേട്ട് കരികിലാണല്ലോ നിറച്ച് വഴിയിൽ. എൻ്റെ പുറത്തുകൂടി ഇവങ്ങനെ കയറി ആൾക്കാർ നടന്ന്, കുറേ ആൾക്കാരുണ്ട് യേശുവിൻ്റെ കൂടെ. അപ്പം ഇങ്ങനെ കരികിലയുടെ സ്വരം ഇവൻ കേൾക്കുന്നുള്ളൂ. ആ കരികിലയുടെ സ്വരം കേൾക്കുമ്പോൾ അങ്ങനെ എത്ര സ്വരം എപ്പോഴും കേൾക്കണേ. പക്ഷെ അങ്ങനെയല്ല, അവൻ ചോദിക്കും ആരാണ് ഈ പോകുന്നതെന്ന്. എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിനെ ചോദിക്കണം, ആരാണ് ഈ കടന്നു പോകുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. നമുക്ക് പല ദുരിതാനുഭവങ്ങളാണ് ഉണ്ടാകണം. ഇപ്പം ദുരിതാനുഭവങ്ങളല്ല നമ്മൾ കരികില സ്വരമാണ് നമ്മൾ കേൾക്കണത്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത് ആരാണ് കടന്നു പോകണത്. അതാണ് വിഷയം. ഇപ്പം ജോലിയില്ലാതെ നീ നിൻ്റെ ജീവിതത്തിൽ പോകണം, എത്ര കാലം പോകണം എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിലൂടെ ഇപ്പോൾ ആരാണ് ഈ ഒരു അവസ്ഥ നിനക്ക് നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്? ആരാണ്?
അതാണ് വിഷയം. എന്നിട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരച്ചെത്തുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ക്രിസ്തുവിലെത്തിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സാവകാശങ്ങളാണ് സഹനസമയമായി നമുക്ക് വരേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ആരാധന, ആരാധന യേശുവേ, ആരാധന. അപ്പോൾ ഈ ബർത്തിമേയുസിനെ സംബന്ധിച്ചിടത്തോളം നസറായന യേശുവാണ് കടന്നു പോകുന്നതെന്ന് അവൻ ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ വരുന്നത് തൃശ്ശൂർ പേരാമംഗലം സ്ഥലത്തു നിന്നാണ്. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ദുരിതങ്ങൾ വന്നപ്പോൾ അതിൽ മാതാവ് എന്നെ സഹായിച്ച കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. 2022 ഓഗസ്റ്റിലാണ് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിന് കാരണമായത് എന്താണെങ്കിൽ, ഞാൻ അച്ഛൻ്റെ ഒരുപാട് ധ്യാനങ്ങളും ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഞാൻ യൂട്യൂബ് വഴി കാണുന്നതാണ്, ഒരുപാട് പറഞ്ഞ് അറിയണതുമാണ്. അതിലങ്ങനെ വിശ്വസിച്ച് പോകുമ്പോൾ എൻ്റെ മകൾ BSc നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അവൾ 3 വർഷവും പാസ്സായി. ഫൈനൽ ഇയർ 4ാമത്തെ വർഷം റിസൾട്ട് വന്നപ്പോൾ അവളുടെ ഒരു പേപ്പർ ഫെയിലായി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. മക്കളെ മുഴുവൻ പഠിപ്പിച്ച് കയ്യിലെ പൈസ മുഴുവൻ തീർന്നിരിക്കുന്നവരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഷോക്കായി. പിന്നെ ആ സമയത്ത് തന്നെ എൻ്റെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങൾ എന്താ, കൊറോണയുടെ സമയമായിട്ട് പേഷ്യൻസും കുറവാണ്. ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എക്സ്പ്ലനേഷൻ വെക്കേണ്ടി വന്നു. ചിലപ്പോൾ ജോലി പോകും എന്നുള്ളൊരു അവസ്ഥ വന്നു. ഇതൊക്കെ കൂടിയായപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിനി കൃപാസനത്തിൽ പോവുക, നമുക്ക് മാതാവായിട്ടുള്ള ഉടമ്പടി എടുക്കാം, അല്ലാതെ ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ ഓഗസ്റ്റിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. മോളേനെയും കൂട്ടി വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് പോയി. ഇവൾ ഫെയിലായ പരീക്ഷ എക്സാം എഴുതി, വീണ്ടും റീ എക്സാം എഴുതി. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് OET കൂടി എഴുതണം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, തോറ്റ നീയാണോ ഇനി OET എഴുതി പാസ്സാവാൻ പോണേ, അപ്പോൾ അതിനൊരുപാട് പൈസ വേണം, ആദ്യം ഇത് പാസ്സാവാൻ നോക്ക്, എന്നിട്ട് മതി നീ OET എഴുതിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അവളുടെ ഭാവി നമ്മൾ നോക്കണം. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവായിട്ട് ഉടമ്പടി വെച്ചിട്ടുണ്ട്, മാതാവ് തീർച്ചയായും ചെയ്തു തരും. അങ്ങനെ അവൾ തുടർന്ന് OET പഠിച്ചു, പരീക്ഷ എഴുതി. ഫെയിലായി എഴുതിയ എക്സാമിൻ്റെ റിസൾട്ടും OETയുടെ റിസൾട്ടും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വന്നത്. രണ്ടും പാസ്സായിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇവൾ OET എഴുതുന്നതൊക്കെ മുപ്പാട് ഞാൻ പറഞ്ഞു, മോളും കൂടി ഒന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ സഹായത്തോടെ എഴുതിയാൽ മതി. അപ്പോൾ ഒരു സാധാരണ കുട്ടി, ലാംഗ്വേജൊക്കെ കുറവാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. എക്സാം എഴുതി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടഫാണ് അമ്മേൻ്റെ, നേരമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, വേണ്ട, നീയേ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടല്ലേ ചെയ്തേക്കണേ, റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾ OET പാസ്സായി. പിന്നെ അവൾ വെച്ചിട്ടുണ്ടായിരുന്നത് CBT എക്സാമാണ്. അത് കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ട് അങ്ങോട്ടുള്ളത്, അതും വളരെ ടഫാണ്, കുറേ പേര് തോറ്റുപോയി. അപ്പോൾ ഇവൾക്ക് അതിലും ഭയങ്കര വിഷമവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. മാതാവ് അതും പാസ്സാക്കി കൊടുത്തു. പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഇവൾക്ക് നല്ലൊരു ഇൻ്റർവ്യൂ കിട്ടി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിലേക്കാണ് ഇവൾക്ക് ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ കിട്ടിയത്. വളരെ നല്ലൊരു ഓഫർ ലെറ്റർ ദൈവം നൽകി അനുഗ്രഹിച്ചു. എൻ്റെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നീട് കൊറോണയൊക്കെ മാറി നല്ലോണം പേഷ്യൻസൊക്കെ ഹോസ്പിറ്റലായപ്പോൾ സ്റ്റാഫുകളുടെ കുറവ് വന്നു. അപ്പം ഞങ്ങളതിനൊക്കെ മുൻപിലേക്കാക്കി സാലറിയൊക്കെ കൂട്ടി തന്ന് എൻ്റെ ജോലിയും സ്ഥിരപ്പെട്ടു. ജോലി ഇപ്പോൾ സുഗമമായിട്ട് പോകുന്നു, സാലറിയും കൂട്ടി കിട്ടി. പിന്നെ പറയാനുള്ളത്, എൻ്റെ അപ്പച്ചൻ സ്ഥലങ്ങളൊക്കെ മേടിച്ച് വിൽക്കണ ഒരു ഇതിൽ കയറിപ്പറ്റി, അതിൽ ഒരുപാട് നഷ്ടം വന്നു. 75 ലക്ഷം ലോൺ കടബാധ്യത അയാൾക്ക്. പിന്നെ അത് വീട്ടാൻ മേടിച്ച പറമ്പുകളൊന്നും വിറ്റ് പോകണില്ല.
അപ്പം ഞാൻ ആദ്യത്തെ ഉടമ്പടിയിലും ഉടമ്പടി പുതുക്കിയപ്പോഴും ഈ കാര്യം മാതാവിനോട് അപേക്ഷിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അപ്പച്ചൻ്റെ 75 ലക്ഷം കടം വീട്ടാനും 8 ലക്ഷം ഇപ്പോൾ അപ്പച്ചന് ബാങ്കിലെ അക്കൗണ്ടിലെ നിക്ഷേപമായിട്ട് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് എനിക്കാണെങ്കിൽ ഈ ഷുഗർ, പ്രഷർ 10-15 വർഷമായിട്ട് ഞാൻ പേഷ്യൻ്റാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ചിലപ്പോൾ ഡൗൺ ആവും, ചിലപ്പോൾ കൂടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, നെഞ്ചുവേദന, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൽ. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ തൈലവും ഉപ്പും ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. നല്ല ആശ്വാസമാണ്. ഇതുവരെയും ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല, എപ്പോഴും ഡോക്ടറെ കാണേണ്ടി വരുന്നില്ല, നല്ല ആശ്വാസമായിട്ട് പോകുന്നു. പിന്നീട് ഇപ്പം ആശുപത്രി ആയതുകൊണ്ട് മാതാവിൻ്റെ പത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ആശുപത്രി ആയതുകൊണ്ട് ആൾക്കാർ അവിടെ ബണ്ടിൽ കണക്കിന് അവിടെ ഇവിടെയും കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം ഞങ്ങളതൊക്കെ എടുത്ത് വാർഡുകളിലും എല്ലായിടത്തും വിതരണം ചെയ്യും. അങ്ങനെ ചെയ്യാൻ വളരെ സന്തോഷമായിരുന്നു. അതിൻ്റെ ഒരു വലിയ കൃപ ദൈവം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പോൾ താഴെയുള്ള മോള് IELTS എഴുതാൻ പോവാണ്. എനിക്ക് 3 മക്കളാണ്. അവൾ ജർമ്മൻ പഠിച്ച് ജർമ്മനിയിലേക്ക് പോകണമെന്ന് പറയണു. അത് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. പിന്നെ മുതിർന്നത് എൻ്റെ മോനാണ്. അവൻ അമല ചെയ്തത് എന്താണെങ്കിൽ അവളും പത്രങ്ങൾ അവളുടെ വാർഡിൽ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് കൊടുക്കും. അവരോട് പ്രാർത്ഥിച്ച്, ഈ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഈ അസുഖം വെച്ച് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുക, രോഗമുള്ള ഭാഗത്ത് ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ കിടക്കണ തലോണയുടെ അടിയിൽ ഈ പത്രം വെച്ചോളൂ. എന്നിട്ട് ഈ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചാൽ ഈ മാതാവ് നിങ്ങൾക്ക് സൗഖ്യം തരുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അറിയാത്തവർക്ക് ഈ മാതാവിനെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അവരതുപോലെ ചെയ്യും. ഞാനായാലും ക്യാൻസർ വിഭാഗത്തിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ അവർ ഭയങ്കര വിഷമത്തോടെയാണ് വരിക. ന്യൂ കേസുകളൊക്കെ വരുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഞാൻ ഈ പത്രം കൊടുത്തിട്ട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, ഇങ്ങനൊരു സ്ഥലമുണ്ട്, മാതാവ് എല്ലാ വിഷമങ്ങളും രോഗങ്ങളും ഏറ്റെടുത്ത് മാറ്റിത്തരണ ഒരു മാതാവാണ്. അപ്പം നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കുക, പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക, അപ്പം നിങ്ങളെ മാതാവ് സഹായിക്കും. അങ്ങനെ ഒരുപാട് പേഷ്യൻസിന് അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള 2 പേരോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ, നമ്മുടെ മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു. നല്ല വിഷമമുള്ളവരായിരുന്നു. അപ്പോൾ ഒരാൾ UK പോയി അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യണു, ഒരാൾ ഗൾഫിൽ പോയി അവിടെ നല്ല സാലറിയിൽ ജോലിക്ക് പോകാൻ നോക്കണു. എൻ്റെ പേര് ജാൻസി കുര്യാക്കോസ്. ഞാൻ പാലക്കാട് ഇടവകയിൽ നിന്നും വടക്കഞ്ചേരി എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഞാൻ 2020 ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവും കർത്താവും 1000 അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹിച്ച ഓരോ കാര്യങ്ങളും ഞാൻ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ മോൻ്റെ കാര്യമാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ 2022 മെയ് 26 എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സന്ദർഭമായിരുന്നു. മരുമകൾ ഹൈദരാബാദിലുമായിരുന്നു. പിന്നെ അവർ 2 ആളും കൂടി ഹൈദരാബാദിലേക്ക് പോകാൻ അവിടെ ഒരു വീടെടുത്ത് താമസിക്കാമെന്നുള്ള പ്ലാനായി. പിന്നെ അവർ അധികം താമസിക്കാണ്ട് ഒരാഴ്ച കഴിഞ്ഞതും പോയി. പിന്നീട് 4 മാസം ആവുമ്പോഴേക്കും അവർ തമ്മിൽ പല പ്രശ്നങ്ങളായി, തല്ലും അടിയും അവിടം വരെയൊക്കെ എത്തി. പിന്നെ 2 ആളും 2 വീടുകളിലായി. അവൾ ഹൈദരാബാദിലും എൻ്റെ മകൻ എൻ്റെ വീട്ടിലുമായി. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലും പോയി സംസാരിച്ചു. പിന്നെ അവർ ഞങ്ങളുടെ വീട്ടിലും വന്ന് സംസാരിച്ചു. പക്ഷേ എൻ്റെ മകൻ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു. അവൻ മാപ്പ് ചോദിക്കുകയും അങ്ങനെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കൂടെ താമസിക്കാമെന്നുള്ള വാഗ്ദാനമൊക്കെ ഉണ്ടായി. പക്ഷേ മരുമകൾ അതിന് തയ്യാറായില്ല. അവൾ പിന്നെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വിളികളൊന്നും ഇല്ല. പിന്നെ കഴിഞ്ഞ ഓശാന ദിവസമാണ് ഇവരുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഡൈവേഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനും പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു. പിന്നെ അന്ന് രാത്രി ഒരു 8 മണിക്കാണ് വിളിച്ചത്, ഓശാന ഞായറാഴ്ച.
അന്ന് രാത്രി ഞങ്ങളാകെ എല്ലാവരും കരച്ചിലായി വീട്ടിൽ. കാരണം എല്ലാവർക്കും ഭയങ്കര വിഷമമായി ഇത് കേട്ടപ്പോൾ തന്നെ. പക്ഷെ എൻ്റെ മകൻ ഒപ്പിടാൻ പോവില്ല എന്നും പറഞ്ഞിട്ട് തന്നെ ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ നല്ല ദിവസങ്ങളായിരുന്നു ആ ആഴ്ചയിൽ ഈസ്റ്റർ വരെ. പക്ഷെ ഞങ്ങൾ നല്ല വിഷമത്തിലായിരുന്നു. പള്ളിയിൽ പോവും, എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം നടത്തിക്കൊണ്ട് വന്നിരുന്നു. പക്ഷേ എൻ്റെ മോന് ഉള്ള വിശ്വാസത്തിൽ നിന്നും അവൻ പിന്തിരിഞ്ഞു തുടങ്ങി. അവന് അവളുടെ വൈഫില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അവളെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കില്ല, ഒരു കാര്യവും ചെയ്യില്ല. അത് കഴിഞ്ഞ് അവരെ വീട്ടുകാരായിട്ടും എൻ്റെ മോനും ഞാനൊക്കെ സംസാരിച്ചു. പക്ഷെ അവർ പറഞ്ഞാലും അവൾ അതിന് ഒന്നിനും കൂട്ടാക്കുമായിരുന്നില്ല. പിന്നെ അവൾ ഓശാന കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ സ്ഥിതി ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവന് ഉറക്കമില്ല, ടെൻഷൻ, ജോലി എടുക്കുമ്പോഴും വിഷമം, എല്ലാം കൊണ്ടും ഇതായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഈസ്റ്റർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മരുമകളുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നിലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മകന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളാരും ജീവിച്ചിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഭയങ്കര അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ തുടങ്ങി.